ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അൻസിസിയമ്മി കിച്ചൺ ആൻഡ് വ്ളോഗ്സ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് ഈ ഒരു പോപ്കോൺ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് ഈസി ആയിട്ട് തന്നെ തയ്യാറാക്കിയെടുക്കുന്ന നല്ല ടേസ്റ്റി ആയിട്ട് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ റെഡിയാക്കുന്നത് നോക്കാം. ഇഷ്ടമുള്ള പോപ്കോൺ ആയിരിക്കും. പിന്നെ ലൈക്ക്, കമന്റ്, സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്ക് അപ്പം വീഡിയോ പോയാൽ ഇതൊക്കെയാണ് നമ്മുടെ ഈസി റെസിപ്പിക്കുള്ള ഇൻഗ്രീഡിയൻസ്. നല്ല ചെറുതായിട്ട് ചോപ്പ് ചെയ്ത ഗാർലിക് 1 ടീസ്പൂൺ, പിന്നെ ഒരു ഹാഫ് ഓനിയൻ നല്ല ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തത്, പിന്നെ നമ്മുടെ പോപ്കോണ്, 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പാണ് വേണ്ടത്. ഞാനിപ്പോൾ ഒരു സാഷയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ടൊമാറ്റോ സോസ് ആണെങ്കിൽ 1 ടേബിൾ സ്പൂൺ എടുത്താൽ മതി. പിന്നെ ഓയിൽ, കറിവേപ്പില, ചാറ്റ് മസാല. അപ്പോൾ നമുക്ക് ഈസി ആയിട്ടുള്ള ഈ ഒരു പോപ്കോൺ റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് നമ്മുടെ ഈ ഒരു പോപ്കോൺ, അതൊന്ന് ആദ്യം റെഡിയാക്കി എടുക്കാം. പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് നമ്മുടെ പോപ്കോൺ പൊട്ടിച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ജസ്റ്റ് ഒന്ന് ചൂടായി വരട്ടെ. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൊന്ന് ചൂടായ ശേഷം നമുക്കിതൊന്ന് അടച്ച് വെക്കണം. അടച്ച് വെച്ച് കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്ക് തന്നെ ഇത് നല്ലപോലെ 1 മിനിറ്റിനുള്ളിൽ തന്നെ കംപ്ലീറ്റ് ആയിട്ട് നമുക്കിത് പൊട്ടി കിട്ടും. നമുക്കിത് ഇനി ഒരു ബൗളിലേക്ക് മാറ്റാം. ആ ഒരു സെയിം പാനിലേക്ക് തന്നെ നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലോ ബട്ടറോ ഏതാണ് ഇഷ്ടം വെച്ചാൽ അത് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തത്. പിന്നെ അതിലേക്ക് ചെറുതായി ചോപ്പ് ചെയ്ത ഗാർലിക് ഒന്ന് ഇട്ട് കൊടുക്കാം. ഗാർലിക് ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കതിലേക്ക് നന്നായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം. സവാള ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയാൽ മതി, കളറൊന്നും മാറണ്ട. ട്രാൻസ്പെറൻ്റ് ആവുന്നവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കാം. ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് ജസ്റ്റ് ഒന്ന് വഴറ്റിയ ശേഷം നമുക്കതിലേക്ക് നമ്മുടെ റെഡിയാക്കി വെച്ചിരിക്കുന്ന പോപ്കോൺ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇങ്ങനെ നമ്മൾ ചെയ്തെടുക്കുമ്പോൾ ടൊമാറ്റോ കെച്ചപ്പിലും നമ്മളെ പോപ്കോണിലൊക്കെ ഉപ്പുണ്ട്, അതുകൊണ്ട് സ്പെഷ്യലായിട്ട് ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പം പോപ്കോൺ ഒന്ന് ചേർത്ത ശേഷം നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഉപ്പിന് വേണമെന്നുള്ളവർക്ക് ചേർത്ത് കൊടുക്കുകയും ചെയ്യാം കേട്ടോ. അപ്പം ഇങ്ങനെ ഞാൻ ഉപ്പിടാണ്ട് ചെയ്തിട്ട് നല്ല പാകത്തിനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളെപ്പോഴും പോപ്കോണൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നമ്മൾ ഒരുപാട് തവണ ഇങ്ങനെ തന്നെ ഉണ്ടാക്കി നോക്കൂ കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റാണ്. ഒന്ന് ട്രൈ ചെയ്യുക. പ്രത്യേകിച്ച് ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് നമുക്ക് ഈസി ആയിട്ട് തന്നെ ഒരു ചാറ്റ് കഴിക്കുന്നൊരു ഫീലാണ്. ഇനി നമ്മൾ ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ചാറ്റ് മസാലയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഇത് വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തിട്ടുള്ള ചാറ്റ് മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്, അത് ചേർത്ത് നമുക്ക് കുറച്ച് കാശ്മീരി ചില്ലിയോ അതുപോലെ അങ്ങനെ നിങ്ങൾക്ക് എന്ത് ഫ്ലേവർ ഇഷ്ടമുള്ളത് അങ്ങനെ വേണമെങ്കിൽ ഗരം മസാലയോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചാറ്റ് മസാല കയ്യിലുണ്ടെങ്കിൽ അത് വെച്ചൊന്ന് ചെയ്ത് നോക്കുക. സൂപ്പർ ടേസ്റ്റാണ്.